ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ 2 മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പറിച്ച് വന്നതേ ഉള്ളൂ. വീണപ്പോൾ തന്നെ അത് പൊട്ടി. നല്ല പാകമായിട്ടുണ്ട്. മൂപ്പെല്ലാം അകത്ത് ഇളം മഞ്ഞ കളർ വന്നിട്ടുണ്ട്. പഴുക്കാറായി. പഴുത്താൽ ഇതത്ര നന്നാവില്ല. പൊട്ടിയ മാങ്ങേൻ്റെ ഒരു രൂപം വേണേ കണ്ടോളൂ. തെറിച്ചു പോയി. ഞാൻ പൊട്ടിച്ചപ്പോൾ കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാനേ ഉള്ളൂ. എങ്ങനെ നമുക്കിനി മാങ്ങയൊക്കെ തൊലി ചെത്തി വൃത്തിയാക്കി എടുക്കാം. ഇനി വെള്ളമില്ലാതെ കൈയും കത്തിയും പ്ലേറ്റും എന്നിലൊരു തുള്ളി വെള്ളം പാടില്ല. ചെത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ, മാങ്ങയുടെ അണ്ടി വളരെ എണ്ണം കുറഞ്ഞതാണ്. 2 മാങ്ങയും കൂടെ തൂക്കം നോക്കിയപ്പോൾ 800 ഗ്രാം ഉണ്ടായിരുന്നു. മാങ്ങേണ്ടി മാറ്റിയപ്പം തൊലിയൊക്കെ ചെത്തിയപ്പോൾ 700 ഗ്രാം ഉണ്ട്. നമുക്കിതിനെ ഇനി കഷ്ണങ്ങളാക്കാം. കഷ്ണങ്ങളാക്കി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മൊത്തം മാങ്ങയും അടിച്ചെടുത്ത മാങ്ങയെ ഞാൻ പച്ചമാങ്ങ സ്ക്വാഷാണ് ഉണ്ടാക്കുന്നത്. വേനൽക്കാലത്ത് മഴക്കാലത്തും ഒരുപോലെ ജ്യൂസ് കുടിക്കാമല്ലോ നമുക്ക്. അപ്പോൾ മാങ്ങ മുഴുവൻ ചെത്തി മുറിച്ച് നമുക്കിതിനെല്ലാം അടിച്ചെടുത്ത് ബാക്കിയെല്ലാം കഷ്ണങ്ങളാക്കാം. യാതൊരു വളവും ചേർക്കാത്ത നല്ല ഇനം മാങ്ങയാണ്. പറമ്പിൽ വീണ് കിടക്കുന്ന ഇലകൾ മാത്രമാണ് ഇതിന് വളമായിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് നനച്ച് കൊടുത്തതും. മുകളിലാണ് മാങ്ങ. ഒരുപാട് പൊക്കത്തിലായിരുന്നു. ഞാൻ ടെറസിൽ കയറിയിട്ടാണ് കൊമ്പ് പൊട്ടിച്ചെടുത്തത്. എന്തായാലും നമുക്കിതിനെ കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഡബറയ്ക്കകത്ത് ഞാൻ 2 തവണ അരച്ചതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3ാമത്തെ തവണയും ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അരച്ച് യോജിപ്പിക്കുക. എന്നിട്ടൊരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അത് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. അത് ഞാൻ കറുപ്പില്ലാത്ത വെള്ള ശർക്കര കിട്ടി. അപ്പോൾ അതിനെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഒരല്പം ഗ്രാമ്പൂ പൊടിച്ചതിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ശർക്കരയെല്ലാം നല്ലതുപോലെ ആവട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ അരച്ച് വെച്ചിരിക്കുന്നതിനെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മരത്തവിയോ അല്ലെങ്കിൽ ഇതേപോലെ സ്പാറ്റുലയോ എടുക്കുന്നതാണ് ഉചിതം. സ്റ്റീലൊക്കെ ആവുമ്പോൾ നമുക്ക് കരണ്ടി നീളം ഉണ്ടെങ്കിലും പിടി നീളമുള്ളതാണെങ്കിലും ഇതിന് നല്ല ചൂടുണ്ടാകും. ചട്ടിക്കകത്തിട്ടിട്ട് അടിയിൽ നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയല്ലേ.
ഇളക്കുമ്പം കയ്യിലേക്കൊക്കെ ഇങ്ങനെ ചൂട് വരുമ്പം, സ്പാറ്റിലി ആകുമ്പം പിന്നെ നമ്മുടെ കൈ ചൂടാവില്ല, മരത്തവിയാണല്ലോ. അങ്ങനെ ഇളക്കി 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 കളർ മാറി വരാൻ തുടങ്ങി. അതിലുള്ള വെള്ളം, മാങ്ങയിലുള്ള വെള്ളവും നേരത്തെ ശർക്കര അലിയിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ, ആ 2 വെള്ളവും ഇപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ടയും കൂടെ പൊടിച്ചതിട്ടത് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത നല്ല നാടൻ മാങ്ങയുടെ നല്ലൊരു സ്ക്വാഷാണ് ഉണ്ടാക്കുന്നത്. വേനൽക്കാലത്തും മഴക്കാലത്തും നമുക്ക് ഒരുപോലെ ജ്യൂസായിട്ട് എടുക്കാൻ പറ്റും. നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇത് പാകത്തിന് മധുരമുണ്ട് ശർക്കരയുടെ. കൂടുതൽ മധുരം വേണ്ടവർക്ക് അപ്പോൾ പഞ്ചസാരയും കൂടെ വെള്ളത്തിലോട്ട് ചേർത്തിട്ട് 1 സ്പൂൺ സ്ക്വാഷും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. നല്ല ഹെൽത്തിയായ ഒരു സ്ക്വാഷാണ് പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കുന്ന സ്ക്വാഷ്. കുട്ടികൾക്ക് ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ തിന്നാൻ നമുക്കെടുത്ത് കൊടുത്താലോ? ഓടി വന്നിട്ട് ചോദിക്കില്ലേ? ഇപ്പോൾ സ്കൂൾ പൂട്ടിയ സമയമായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ചെറിയ കുട്ടികളില്ലെങ്കിലും പേരമക്കളെങ്കിലും വരാനുണ്ടാവുമല്ലോ. അപ്പം എല്ലാവർക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. കുറച്ചുകൂടെ കുറേ ഒരു 3/4 മണിക്കൂർ സമയമെടുത്തു കേട്ടോ. ഏകദേശം മാങ്ങ മുറിച്ചത് മുതൽ ഇത് പണി തീരുന്നത് വരെ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.